മക്കളെ, അപ്പോ ഇനി നമുക്ക് പഠിക്കാനുള്ളത് മലയാളം സെക്കൻഡ് ആണ്. മലയാളം സെക്കൻഡിൽ വളരെ കുറച്ച് പാഠഭാഗങ്ങളെ നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടി നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പൊ ആ പാഠഭാഗങ്ങളൊക്കെ അടിപൊളിയായി സൂപ്പറായിട്ട് നമുക്ക് പഠിക്കണം അല്ലെ. 40 മാർക്കാണ് നമുക്ക് മലയാളത്തിന് അല്ലെ. നമ്മളുടെ പരീക്ഷയ്ക്ക് 40 മാർക്കിന്റെ ചോദ്യങ്ങളാണ് നമുക്ക് ഉണ്ടാവുക. അതിൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും പാഠഭാഗത്തിന്റെ ആശയം ഒക്കെ മനസ്സിലാക്കി വെച്ചാൽ തന്നെ നമുക്ക് ഫുൾ A+ കിട്ടി അല്ലെ. അപ്പൊ അത് ഏത് രീതിയിലും ഏത് ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന രീതിയിലേക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനാണ് ടീച്ചർ വന്നിരിക്കുന്നത്. അപ്പൊ ഇന്ന് നമുക്ക് ഏത് നോക്കാം? യൂണിറ്റുകൾ അല്ലെ. 2 യൂണിറ്റുകളിലുള്ള പാഠഭാഗങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ആദ്യത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ജീവിതം പടർത്തുന്ന വേരുകൾ അല്ലെ. ആദ്യത്തെ യൂണിറ്റ് 2 യൂണിറ്റിലുള്ള പാഠഭാഗങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഏതൊക്കെയാണ് യൂണിറ്റ് നോക്കിയ മക്കള്? ഇത്രയുമാണ്. മൊത്തം നമുക്ക് മലയാള സെക്കൻഡിൽ 3 യൂണിറ്റ് ആണ് നമുക്കുള്ളത്. അതിൽ ഇത്രയും പാഠഭാഗങ്ങളാണ് നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാനുള്ളത്. അപ്പൊ നോക്കൂ മക്കള്, നോക്കിയേ. ജീവിതം പടർത്തുന്ന വേരുകൾ, അതാണ് നമ്മളുടെ ആദ്യത്തെ യൂണിറ്റ്. ഈ യൂണിറ്റിലുള്ള 3 പാഠഭാഗങ്ങളാണ് പ്ലാവില കഞ്ഞി, ഓരോ വിളിയും കാത്ത്, അമ്മത്തൊട്ടിൽ. ഇനി രണ്ടാമത്തെ യൂണിറ്റ് ആണ് നിലാവ് പെയ്യുന്ന നാട്ടുവഴികൾ അല്ലെ. ആ യൂണിറ്റിലുള്ള ഒരു പാഠമാണ് നമുക്ക് പഠിക്കാനുള്ളത്, കൊച്ചു ചക്കരിച്ചി എന്ന പാഠഭാഗം. അപ്പോ യൂണിറ്റ് അല്ലെ, യൂണിറ്റിന്റെ പ്രവേശകമായിട്ട് എന്ത് ചെയ്യാറുണ്ട്? കഥയോ കവിതയോ ഒക്കെ തന്ന് നമ്മൾ കാണാറുണ്ട്. അപ്പൊ ഇതും പാഠം എന്നതുപോലെ തന്നെ എന്താണ്, ഇതും പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ആദ്യത്തെ യൂണിറ്റിന്റെ പേരെന്താണ്? ജീവിതം പടർത്തുന്ന വേരുകളാണ് അല്ലെ. അപ്പൊ ജീവിതം പടർത്തുന്ന വേരുകൾ എന്ന യൂണിറ്റിന്റെ പ്രവേശകമായിട്ട് എന്താ തന്നിരിക്കുന്നത്? ഒരു കുഞ്ഞു കഥയാണ് അല്ലെ. വേരുകൾ എന്ന് പറയുന്ന ഡി വിനയചന്ദ്രന്റെ ഒരു കഥയാണ് യൂണിറ്റിന്റെ പ്രവേശകമായിട്ട് നൽകിയിരിക്കുന്നത്. ആ കഥ എന്താ പറയുന്നത്? കുട്ടി അമ്മയോട് ചോദിച്ചു, ഈ വൃക്ഷങ്ങളൊക്കെ വീഴാതെ നിൽക്കുന്നല്ലോ, അവയ്ക്ക് ഭൂമിയിൽ വേരുണ്ട്, അതുകൊണ്ട് ഉറച്ചു നിൽക്കുന്നു, അമ്മ പറഞ്ഞു. അപ്പൊ നമ്മുടെ വേരുകളോ? അതും എന്താണ്? ഈ അമ്മയായ ഭൂമിയിൽ തന്നെ എന്നാണ് പറയുന്നത് അല്ലെ. അപ്പോ ഈ കഥ ഇത് വളരെ കുഞ്ഞൊരു കഥയാണ്. പക്ഷെ ഈ കഥ നൽകുന്ന ആശയം അല്ലെ, ഭൂമിയെ അമ്മയായി സങ്കല്പിക്കുന്നതിന്റെ ഔചിത്യം എന്താണ്? പല വർഷങ്ങളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും എടുത്തു നോക്കി കഴിഞ്ഞാൽ മക്കൾക്ക് കാണാം. പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്? യൂണിറ്റുകളിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. essay ചോദ്യങ്ങൾ ഉൾപ്പെടെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്രയും ഇമ്പോർട്ടന്റ് ആണ് യൂണിറ്റ്. അതുകൊണ്ട് തന്നെയാണ് ടീച്ചർ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്താ യൂണിറ്റിൽ പറയുന്നത്? അതായത് വേരുകൾ എന്ന് പറയുന്നത് അല്ലെ. മരങ്ങളെ എങ്ങനെയാണോ ഇത്ര ദൃഢമായി വീഴാതെ അതിന്റെ വേരുകൾ, ശക്തമായ വേരുകൾ ഭൂമിക്കടിയിലുള്ളത് കൊണ്ടാണ് മരങ്ങൾ എന്ത് ചെയ്യുന്നത്? അത്രയും അല്ലെ വീഴാതെ അവർ പിടിച്ചു നിൽക്കുന്നത്. അത്രയും ഉയരത്തിലേക്ക് അത് പോകുന്നുണ്ടെങ്കിൽ അതിന് അല്ലെ ആഴത്തിലുള്ള വേരുകൾ ഉണ്ട് അല്ലെ. അതിന് ശക്തി നൽകുന്ന, ഊർജമാകുന്ന, അതിന് വെള്ളവും അല്ലെ വളവും ഒക്കെ നൽകുന്ന എന്താണ്? വേരുകളാണ് അല്ലെ. വേരുകളുടെ ശക്തിയാണ് സത്യത്തിൽ എന്ത് ചെയ്യുന്നത്? മരങ്ങളെ അത്ര ഉയരത്തിൽ, വാനോളം ഉയരത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത് എന്നുള്ളതാണ് ഈ കുഞ്ഞു കഥയിൽ ഡി വിനയചന്ദ്രൻ പറയുന്നത് അല്ലെ. അപ്പൊ വേരുകളിലൂടെ ജലവും ലവണവും ഒക്കെ വലിച്ചെടുത്താണ് മരം എന്ത് ചെയ്യുന്നത്? വളർന്ന് പന്തലിക്കുന്നത് അല്ലെ. അപ്പൊ വേരുകൾ മണ്ണിന്റെ ആഴങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുന്നതിനനുസരിച്ച് മരത്തിന്റെ നിലനിൽപ്പും അതിന്റെ ദൃഢതയും എന്ത് ചെയ്യാണ്? അനുദിനം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ മനുഷ്യനും ഇത്തരത്തിൽ എന്താണ്? അപ്പൊ ഈ കഥയിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യനും അങ്ങനെ തന്നെയാണ്. മനുഷ്യനും നിലനിൽക്കുന്നത് ഭൂമിയിൽ തന്നെയാണ് അല്ലെ. അതേപോലെ അവന്റെ ബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ അല്ലെ. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നത്, നമ്മൾ അത്രയും ഫ്രീ ആയി ജീവിക്കുന്നത്, നമ്മൾ ബുദ്ധിമുട്ടുകളൊന്നും അറിയാത്തത്, നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു തരാൻ നമ്മളുടെ കൂടെ ഒരുപാട് ആളുകൾ ഉള്ളതുകൊണ്ടും അച്ഛനും അമ്മയും ഉള്ളത് കൊണ്ടും അല്ലെ. നമ്മൾ ഒരു ബുദ്ധിമുട്ടുകളും അറിയാത്ത എന്തുകൊണ്ടാണ്? നമ്മുടെ പാരന്റ്സ് നമുക്ക് വേണ്ടി അല്ലെ, നമ്മളുടെ വേരുകളായിട്ട് നമുക്ക് വേണ്ടി ആളുകൾ അല്ലെ നിലനിൽക്കുന്നതുകൊണ്ടാണ്. അപ്പൊ മനുഷ്യനും ജന്മബന്ധത്താൽ മാതാപിതാക്കളുമായിട്ട് എന്താണ്? ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുകയാണ്. അതേപോലെ മനുഷ്യ മനസ്സിലെ പരസ്പര സ്നേഹവും കരുതലും ഒക്കെ എന്ത് ചെയ്യുന്നു? അവന്റെ വ്യക്തി ജീവിതത്തെ കൂടുതൽ സമ്പന്നമാക്കുകയാണെന്നാണ് ചെയ്യുന്നത് അല്ലെ. എങ്ങനെയാണോ മരങ്ങൾക്ക് വേരുകൾ, അതുപോലെ തന്നെയാണ് എന്ത് ചെയ്യുന്നത് അല്ലെ. എങ്ങനെയാണോ മരങ്ങൾ ഫലഭൂയിഷ്ടമായിട്ട് അല്ലെ ആഴ്ന്നിറങ്ങിയ വേരുകളിലൂടെ ഫലഭൂയിഷ്ടമായിട്ട് വളരുന്നത്, അതുപോലെയാണ് കുടുംബ ബന്ധങ്ങളുടെ വേരുകൾ ദൃഢമാകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? സമൂഹത്തിലേക്ക് കൂടി അവ പടരുകയും അല്ലെ അത് വ്യക്തി സമൂഹത്തിന്റെ ഭാഗമാകുന്നതും നല്ല മനുഷ്യരുണ്ടാവുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു കുഞ്ഞു കഥയായിട്ട് നിങ്ങൾക്ക് തോന്നാം അല്ലെ. അപ്പൊ ഇതിൽ നിന്ന് എന്തൊക്കെ ചോദ്യം ചോദിക്കാം? ഭൂമിയിൽ വൃക്ഷങ്ങളെ അല്ലെ നിലനിർത്തുന്നത് വേരുകൾക്കുള്ള പ്രാധാന്യം വളരെ വലുതാണ് അല്ലെ. ഇതുപോലെ മനുഷ്യ ജീവിതത്തിന്റെ നിലനിൽപ്പിന് ആധാരമായിട്ടുള്ള ഘടകങ്ങൾ എന്തൊക്കെ? ഡി വിനയചന്ദ്രന്റെ കഥയെ ആസ്പദമാക്കി കുറിപ്പ് തയ്യാറാക്കുക എന്നൊക്കെ 4 മാർക്കിന് ചോദിച്ചിട്ടുണ്ട് ചോദ്യങ്ങൾ. അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യമൊക്കെ എന്ത് ചെയ്യാം? നമ്മൾ പ്രതീക്ഷിക്കണം. യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? അത്രമേൽ പ്രധാനപ്പെട്ട ഒന്നാണ്.
ഇനി നമ്മളുടെ രണ്ടാമത്തെ യൂണിറ്റ് ആണ്. രണ്ടാമത്തെ യൂണിറ്റിന്റെ പേരെന്താണ്? നിലാവ് പെയ്യുന്ന നാട്ടുവഴികൾ. അല്ലെ, എന്തിനെ കുറിച്ചാണ് പറയുന്നത്? നാട്ടുവഴികളെ കുറിച്ചാണ് പറയുന്നത്. അല്ലെ, എന്ത് പെയ്യുന്ന നാട്ടുവഴികളാണ്? നിലാവ് പെയ്യുന്ന നാട്ടുവഴികളാണ്. അല്ലെ, നിലാവ് പെയ്യുന്ന നാട്ടുവഴികളെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഇത് ഒരു കുഞ്ഞു കവിതയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അല്ലെ, ഈ യൂണിറ്റിൽ നമുക്ക് കൊച്ചു ചക്കരിച്ചി, ഓണമുറ്റത്ത്, കോഴിങ്കിഴവിയും, ശ്രീനാരായണ ഗുരു, ഇങ്ങനെ 4 പാഠഭാഗങ്ങളുണ്ട്. അതിൽ കൊച്ചു ചക്കരിച്ചിയാണ് നമുക്ക് പ്രധാനമായും പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാനുള്ളത്. അപ്പൊ ഇങ്ങനെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. യൂണിറ്റിന്റെ പ്രവേശകമായിട്ടുള്ള പാഠത്തില് കൊടുത്തിരിക്കുന്നത്. അല്ലെ, അപ്പൊ നോക്കൂ മക്കളെ, എന്താണ് പറയുന്നത് നോക്കിയേ. അപ്പോ നോക്കൂ, നാടായാലും കാടായാലും കുഴിയായാലും കുന്നായാലും നല്ലവർ പാർക്കുന്നെങ്കിൽ നീയും വാഴുക നിലമേ എന്നാണ് പറയുന്നത്. അല്ലെ, അപ്പോ അവയാറിന്റെ കൃതിയാണ്. പുറനാനൂർ എന്ന കൃതിയിലുള്ള വരികളാണ്. ഇത് മനോജ് കുറൂർ എന്ത് ചെയ്തതാണ്? മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതാണ് കേട്ടോ. അവയാർ എന്ന് പറയുന്നത് പ്രാചീന തമിഴ് കവിത്രയത്തിലുള്ള ഒരു കവയിത്രിയാണ് അവയാർ എന്ന് പറയുന്നത്. സംഗീതത്തിലും നൃത്തത്തിലും ഒക്കെ ഭയങ്കരമായിട്ട് പ്രാവീണ്യം ഉണ്ടായിരുന്ന ഒരു കവയിത്രിയായിരുന്നു. ഒരുപാട് മികച്ച കൃതികൾ അവർ എഴുതിയിട്ടുണ്ട്. ആകനാനൂറ്, പുകനാനൂറ്, കുറുന്തൊകെ, നച്ചിനെ എന്നിവയിൽ സംഘകാല കൃതികളാണ് ഇതൊക്കെ. ഇതിൽ 59 കവിതകൾ ആര് രചിച്ചിട്ടുണ്ട്? നമ്മുടെ അവയാർ രചിച്ചിട്ടുണ്ട്. അപ്പൊ ആ കാലഘട്ടത്തിലുള്ള ഒരു സ്ത്രീ എഴുതിയിട്ടുള്ള ഒരു അപ്പൊ അന്നത്തെ ആലോചിക്കുക, അന്നൊന്നും സ്ത്രീകൾക്ക് എന്താണ് വിദ്യാഭ്യാസം പോലും ഇല്ലാതിരുന്ന ഒരു കേരളത്തിലുള്ള പഴയകാല ചരിത്രമൊക്കെ മക്കൾക്കറിയാം. അപ്പൊ അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്? അവയാറിനെ പോലെ ഒരു സ്ത്രീ ഇത്ര മനോഹരം, ഇത്രയധികം കൃതികൾ എഴുതിയത് എന്നൊക്കെ നമ്മൾ ആലോചിക്കുക. അപ്പൊ അവയാറിന്റെ പുറനാനൂർ എന്നുള്ള കൃതിയിലുള്ള എന്താണ് വരികളാണ് മനോജ് കുറൂർ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്. നാടായാലും കാടായാലും കുഴിയായാലും കുന്നായാലും നല്ലവർ പാർക്കുന്ന ഇടം എന്താണ്? നന്നായി വരും. അല്ലെ, അത് കാടായാലും ശരി, നാടായാലും കുന്നായാലും ഏത് വൃത്തിയുടെ സ്ഥലമാണെങ്കിലും നല്ല മനുഷ്യരാണോ താമസിക്കുന്നത്, പാർക്കുന്നെങ്കിൽ ആ ഇടം എന്തായി വരും? നല്ലതായി, നന്മയുള്ളതായി വരും എന്നാണ് പറയുന്നത്. അല്ലെ, അപ്പൊ ഇതാണ് അവയാറിന്റെ കൃതിയുടെ പൊരുളെന്ന് പറയുന്നത്. അപ്പം ഈ പ്രവേശകത്തിന്റെ ആശയം എന്ന് പറഞ്ഞാൽ എന്താണിടാ? എന്താ ഇവിടെ അവയാർ ഉദ്ദേശിക്കണേ? അല്ലെങ്കിൽ എന്താണ് ഈ കൃതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താ ഇപ്പൊ ജീവിതം പടർത്തുന്ന വേരുകൾ നമ്മൾ പഠിച്ചു. അല്ലെ, ഫസ്റ്റ് യൂണിറ്റ് നമ്മൾ പഠിച്ചു. അപ്പൊ അതിലെന്താ പറയുന്നത്? ആ മനുഷ്യര് തമ്മിലുള്ള വേരുകൾ എങ്ങനെയാണോ ഭൂമിയിൽ ദൃഢമായി നിൽക്കുന്നത്, അതേപോലെ മരങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്, അതേപോലെ മനുഷ്യന്റെ വേരുകൾ ദൃഢമായി നിൽക്കുന്ന വേരുകളാണ് മനുഷ്യനെ നന്നായിട്ട് ജീവിക്കാൻ വേണ്ടി സഹായിക്കുന്നത് നമ്മൾ പഠിച്ചു. അപ്പൊ അതേപോലെ ഇവിടെ എന്താ പഠിക്കുന്നത്? നാട്ട് നന്മകളെ കുറിച്ചാണ്. അല്ലെ, അപ്പൊ അതായത് പ്രകൃതിയും മനുഷ്യനും ഒക്കെ ഇണങ്ങി ചേർന്ന് ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം കേരളത്തിൽ ഉണ്ടായിരുന്നു. അല്ലെ, വൃക്ഷങ്ങൾ നിറഞ്ഞു നിന്ന തൊടികളും പറമ്പുകളും, വലിയ പറമ്പിൽ ഒരു വീടൊക്കെയാണ് പണ്ട് കാലത്ത് ഉണ്ടാവുക. അയൽപക്ക ബന്ധങ്ങള്, എല്ലാവരുമായിട്ടും ഭയങ്കര സ്നേഹം, അടുപ്പം, മനുഷ്യർ തമ്മിലുള്ള വ്യക്തിബന്ധങ്ങൾ. അല്ലെ, നിങ്ങൾ വഴിയാത്ര എന്ന് പറയുന്ന 8ാം ക്ലാസ്സിലെ കൃതിയിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? ഏതെങ്കിലുമൊക്കെ വീട്ടിൽ കയറി ഉറങ്ങാൻ പറ്റുമായിരുന്നു, എവിടുന്നും ഭക്ഷണം കഴിക്കുമായിരുന്നു. ഇന്നൊക്കെ നമുക്ക് അങ്ങനെ വിശ്വസിച്ച് ആരെങ്കിലും കയറ്റാൻ പറ്റുമോ? മനുഷ്യരും മാറി, കാലഘട്ടം മാറി, സമൂഹം മാറി, ആളുകൾ എല്ലാം മാറി. അല്ലെ, ഇപ്പൊ ചെറിയ ചെറിയ കോമ്പൗണ്ടുകളിലായിട്ട് പെട്ടിക്കൂടുകൾ പോലെ എന്ത് ചെയ്തിരിക്കുന്നു? വേർതിരിച്ച് മതിൽ കെട്ടി ഗേറ്റ് വെച്ച്. അപ്പൊ അത്തരത്തിൽ മനുഷ്യരൊക്കെ മാറിപ്പോയി. അപ്പോൾ എന്താ പറയുന്നത്? പണ്ടുള്ള നാട്ടു നന്മകളെ കുറിച്ചാണ്. അല്ലെ, അത് അയൽപക്ക ബന്ധങ്ങളായിരിക്കാം, അല്ലെ അതേപോലെ പ്രകൃതിയോട് ഇണങ്ങിയിട്ടുള്ള ജീവിതമായിരിക്കും. അപ്പൊ കൊച്ചു ചക്കരിച്ചി എന്നൊക്കെ പറയുന്ന കഥ നമുക്ക് പഠിക്കാണ്ട്, ഓർമ്മക്കുറിപ്പാണ്, ലേഖനാണ്. അപ്പൊ അതിൽ പറയുന്നത് എന്താണ്? കൊച്ചു ചക്കരിച്ചി എന്ന് പറയുന്ന ഒരു മാവുമായിട്ടുള്ള ആ വീടിന്റെ ആത്മബന്ധത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ അതേപോലെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മളുടെ കൃതിയിൽ എന്തില് നമ്മളുടെ പുറനാനൂറില് അവയാർ പറയുന്നത് ഏത് സ്ഥലമാണെങ്കിലും നല്ല മനുഷ്യർ ഒന്നിച്ച് താമസിക്കുന്ന ഇടം എന്ന് പറയുന്നത് എന്താണ്? വളരെ മനോഹരമായിട്ടുള്ള ഒരു ഇടമാണ്. അത്രയും ഇടങ്ങൾ എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരെയും എന്ത് ചെയ്യും? ചേർത്ത് നിർത്തുന്ന ഒന്നാണ്. അപ്പൊ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചോദ്യം വരാം. ഈ വരികളിൽ ആവിഷ്കരിച്ചിരിക്കുന്ന ജീവിത ദർശനത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ വരാം. അപ്പൊ നല്ലവരാണ് താമസിക്കുന്നെങ്കിൽ ഏത് സ്ഥലമാണെങ്കിൽ എന്താണ്? അത് നല്ലതായിട്ട് വരും. അപ്പൊ എന്താണ്? ഒരു പ്രദേശത്തിന്റെ പുരോഗതി എന്ന് പറയുന്നത് അവിടെ താമസിക്കുന്ന ആളുകളുടെ സ്വഭാവത്തിനനുസരിച്ചായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള പ്രകൃതിയുമായിട്ട് ഇണങ്ങി ജീവിക്കുന്ന, പ്രകൃതിയെ സ്വന്തമായി കണ്ടിരുന്ന ആളുകളുടെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള
ജീവിതകാലത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള കൊച്ചു ചക്കരിച്ചി എന്ന് പറയുന്ന പാഠഭാഗം. അതേപോലെ തന്നെ എന്താണ് ഓണം ഉച്ചത്ത് എന്ന് പറയുന്ന കവിത. ആ കവിതയിൽ എന്താ പറയുന്നത്? പ്രകൃതിയോട് ഇണങ്ങി അല്ലെ, നമ്മുടെ കേരളത്തിന്റെ ഏറ്റവും മാന്യമായിട്ടുള്ള ഉത്സവമാണ് ഓണം. ആ ഓണത്തെ പറ്റി പറയുന്ന പാഠഭാഗമാണ്. പിന്നെ കോഴിയും കിഴവിയും അയൽപക്ക ബന്ധങ്ങളെ കുറിച്ചുള്ള ഒരു പാഠമാണ്. പിന്നെ ശ്രീനാരായണ ഗുരുവിന്റെ ഒരു അദ്ദേഹത്തിന്റെ ജീവിത ദർശനങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സന്ദേശങ്ങളെ ദേശകാലോചിതമായിട്ട് വിശദീകരിക്കുന്ന പാഠമാണ് ഈ യൂണിറ്റിലെ അവസാനത്തെ പാഠം. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചു ജീവിതം പടർത്തുന്ന വേരുകൾ അല്ലെ. അപ്പൊ അതേപോലെയുള്ള ബന്ധങ്ങളെ, ജീവിതത്തിലെ ബന്ധങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ള പാഠഭാഗങ്ങളാണ് പ്ലാവിലക്കഞ്ഞി. നിങ്ങൾക്കറിയാലോ, കോരന്റെയും ചിരുതയുടെയും കോരന്റെ അച്ഛന്റെയും ഒക്കെ കഥാപാത്രങ്ങളിലൂടെ ബന്ധങ്ങൾ അല്ലെ, ഏതവസ്ഥയിലും പരസ്പരം ചേർത്ത് നിർത്തുന്ന മനോഹരമായിട്ടുള്ള ബന്ധങ്ങളെ നമ്മൾ കണ്ടു അല്ലെ. ഓരോ വിളിയും കാത്തെന്ന് പറയുന്ന അമ്മയും അച്ഛനും മകനും ഒക്കെ തമ്മിലുള്ള മനോഹരമായിട്ടുള്ള ബന്ധങ്ങളെ നമ്മൾ കണ്ടു. അയൽപക്ക ബന്ധങ്ങളെ നമ്മൾ കണ്ടു അല്ലെ. ജീവിതത്തെ പടർത്തുന്നത് ബന്ധങ്ങളാണ്. ഏത് വേരുകളാണ്? ബന്ധങ്ങളാകുന്ന വേരുകളാണെന്ന് നമ്മൾ അവിടെ കണ്ടു. അതേപോലെ എന്താണ് അമ്മ തൊട്ടിൽ എന്ന കവിതയിൽ പുതിയ കാലത്ത് ഇല്ലാതായി പോകുന്ന ബന്ധങ്ങളുടെ അല്ലെ ആ ദൃഢതയെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഇങ്ങനെ ജീവിതത്തെ പടർത്തുന്ന വേരുകളാവുന്ന ബന്ധങ്ങളെ കുറിച്ചാണ് ആദ്യത്തെ യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നത് അല്ലെ. നിലാവ് പടരുന്ന അല്ലെ നാട്ടുവഴികൾ അല്ലെ, നിലാവ് പെയ്യുന്ന നാട്ടുവഴികൾ എന്ന യൂണിറ്റിലൂടെ എന്താണ് നമ്മൾ പഠിച്ചത്? നന്മകളെ കുറിച്ച്, നാടിന്റെ നന്മകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഇത്രയുമാണ്. അത് രണ്ടും വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളായി തന്നെ മനസ്സിലുണ്ടാവണം. ചിലപ്പോൾ നിങ്ങൾ അത്ര പ്രാധാന്യം അതിന് കൊടുക്കില്ല, യൂണിറ്റ് അല്ലേ എന്ന് വിചാരിക്കും. അതുകൊണ്ടാണ് ടീച്ചർ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഏത് പാഠമാണ് വേണ്ടത്, എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം മക്കള്? വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, ലൈവുകളൊക്കെ നമുക്ക് ഉഷാറായിട്ട് പാഠഭാഗങ്ങളൊക്കെ നമുക്ക് പഠിക്കണം. എല്ലാവരും സെറ്റ് അല്ലേ അല്ലെ? എല്ലാവരും ത്രില്ലിലല്ലേ? എല്ലാം നമുക്കറിയാം അല്ലേ? മലയാളം ഒന്നും നമ്മൾ തോക്കാനൊന്നും പോകുന്നില്ല അല്ലേ? പാഠഭാഗത്തിന്റെ ആശയം മനസ്സിലാക്കിയാൽ തന്നെ നമ്മൾ 50% നമ്മൾ പിന്നിട്ടു. പിന്നെയുള്ളൊരു 50% ഏതൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങളാണ് വരിക, ചോദ്യ മാതൃകകൾ എന്തൊക്കെയാന്നുള്ളതാണ്. അതൊക്കെ നമ്മൾ കണ്ണും പൂട്ടി നമ്മൾ പഠിക്കും അല്ലേ? അപ്പോൾ മലയാളത്തിന്റെ കാര്യത്തിലൊന്നും ആരും ടെൻഷൻ അടിക്കേണ്ട. മാക്സിമം ഷെയർ ചെയ്യുക, നന്നായിട്ട് പുസ്തകമൊക്കെ വായിക്കുക, അടിപൊളിയായിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് ഇരുന്നോളാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.